ദയവായി ഇത്തരം വീഡിയോസ് നിങ്ങൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. കാരണം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ വീടുകളിലൊക്കെ സംഭവിക്കും വരെ നമുക്കിതൊക്കെ വെറും ഒരു വാർത്ത മാത്രമായിരിക്കും. റീസെൻ്റ്ലി നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസുകൾ കണ്ടു. ഒരു കുഴപ്പമില്ലായിരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇതിൽ പ്രായം ഒരു പ്രശ്നമേ അല്ല. 5 വയസ്സിന് മുകളിലോട്ടുള്ള ഒരുപാട് ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇതേപോലെ നമ്മൾ വാർത്തകളിലും മറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഒരു CPR കൊടുത്തിട്ട് എത്രത്തോളം ഫാസ്റ്റായിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയോ ഫാസ്റ്റായിട്ട് അവരെ നമുക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നല്ലതാണ്. വെരി റീസെൻ്റ്ലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള വാർത്തകളെല്ലാം വരുന്നത് വളരെ കൊച്ചുകുട്ടികളാണ്. 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 25-30 വയസ്സിനിടയ്ക്കുള്ള ആളുകളാണ് വളരെ കൂടുതലായിട്ട് ഇങ്ങനെയുള്ളത്. അതാണ് ഏറ്റവും വലിയ സങ്കടം. പ്രത്യേകിച്ച് ഇങ്ങനെ അത് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ അറിയുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന ഒരാൾ രാവിലെ എണീറ്റ് നമ്മൾ കണ്ണു തുറക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള സ്ട്രെസ്സ്, അത് നമ്മുടെ ജോലി കാര്യത്തിലായാലും പ്രത്യേകിച്ച് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കാര്യത്തിലായാലും, അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലേ ചേഞ്ച് ആയി. ഇപ്പോൾ എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങൾ, പല വർക്കൗട്ട് ചെയ്യാറില്ല, ആരും എക്സസൈസ് ചെയ്യാറില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ആയി. അതിൻ്റെയൊക്കെയാണ് ഒരു വാക്സിൻ മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രധാന വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊക്കെ പ്രോപ്പറായിട്ടൊരു CPR എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എത്ര ആളുകളാണ് ഓരോ ആളുകളുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ കുഴഞ്ഞു വീണതിന് ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടാണ്ട് എത്ര ആളുകളാണ് മരിക്കുന്നത്. വെരി റീസെൻ്റ്ലി ഒരുപാടായി. നമുക്ക് ശരിക്കും നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് വളരെ പ്രോപ്പറായിട്ട് ഒരു 5ാം ക്ലാസ് മുതലെങ്കിലും എല്ലാ വിദ്യാർത്ഥികൾക്കും CPR എങ്ങനെയാണ് നൽകേണ്ടത്, ഒരാൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത് എന്ന് എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കണം. വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മൾ ഓരോ വീടുകളിലുള്ള ഓരോ ആളുകളും മിനിമം ഒരു വീട്ടിൽ ഒരാളെങ്കിലും പ്രോപ്പറായിട്ട് CPR കൊടുക്കാൻ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ദുരന്തങ്ങളൊന്നും നമുക്ക് സംഭവിക്കത്തില്ല. ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സർക്കാർ അതിനുവേണ്ടി മാക്സിമം മുൻകൈ എടുത്തിട്ട് മുമ്പോട്ട് വരാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. മാക്സിമം മറ്റുള്ളവരിലോട്ട് എത്തിക്കാനും ശ്രമിക്കുക.